കേസ് പ്രൂവ് ചെയ്യുന്നത് വരെ അതിൻ്റെ കാര്യങ്ങളില്ലെന്നും അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടോ. നമ്മളിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഇതൊരു ആദ്യത്തെ ഇഷ്യൂ അല്ലേ. ഇതിനു മുമ്പ് തൊട്ട് പല കാലങ്ങളിൽ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടായതുകൊണ്ട് എല്ലാവരും പണ്ട് തൊട്ട് റെഫറൻസ് എടുക്കും. അന്നങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം ഉണ്ടാകുന്ന രീതിയിൽ ഇതിങ്ങനെ കാലാകാലങ്ങളായിട്ട് വരുന്നൊരു ശീലത്തിൻ്റെ ബാക്കിയായിട്ടല്ലേ നിൽക്കുകയുള്ളൂ. അപ്പം അയാൾ ചെയ്തില്ലല്ലോ, ഇയാൾ ചെയ്തില്ലല്ലോ, മറ്റയാൾ ചെയ്തില്ലല്ലോ എന്നുള്ള ചോദ്യം വെക്കുന്നിടത്തോളം നമുക്കിതിന് പ്രസക്തിയില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. ഇതിപ്പോൾ ഒരു ആരോപണം പ്രത്യാരോപണം എന്നുള്ളതിനപ്പുറം ഒരു തീരുമാനമാകുന്നത് വരെ നമുക്കതിനകത്ത് ഒരു നിലപാടെടുക്കാൻ രാഷ്ട്രീയമാണ്. ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് പലതരത്തിൽ, എല്ലാ മേഖലയിൽപ്പെട്ട ആളുകൾക്കും ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ കോടതിയിലൊക്കെ എത്തി അതൊരു കേസ് തെളിഞ്ഞ് വരുന്നവരെ ആരോപിതർ മാത്രമായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിലിപ്പോൾ നമുക്കറിയാത്തൊരു കാര്യം, നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടുപരിചയം മാത്രമുള്ളൊരു കാര്യത്തെപ്പറ്റി അങ്ങനെ വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കില്ല. അതിന് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ എത്തിയിട്ട് അതിനൊരു കൺക്ലൂഷൻ ആകാണ്ട് ഒരു അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. ഞാൻ അതാ പറഞ്ഞത്, അതിപ്പോൾ ഇതിനു മുമ്പ് ആരോപണങ്ങളുടെ ഒരു നിര തന്നെ വന്ന സമയത്തും ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രൂവ് ചെയ്യപ്പെടണം എന്തായാലും പറയുന്നതിനകത്തുനിന്ന്. ഈ സന്ദേശങ്ങൾ ഇതൊക്കെ കുറച്ച് ജാഗ്രത പുലർത്താവുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾ പല സാധനങ്ങളും നമ്മളെല്ലാവരും വ്യക്തിപരമായി ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്കറിയില്ലല്ലോ. നമ്മൾ ഏകപക്ഷീയമായിട്ടല്ലേ ഇത് കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കുറച്ച് നേരം ദൈർഘ്യമുള്ളൊരു സംഭാഷണം കേട്ടു അല്ലെങ്കിൽ അതൊന്നും കേട്ടൊരു കൺക്ലൂഡഡ് ആയിട്ടൊരു ആൻസർ പറയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് സാധ്യമല്ല. സിനിമാ നടനോടൊപ്പം തന്നെ ഒരു വ്യക്തമായ രാഷ്ട്രീയം പുറത്തോട്ട് പറയുന്ന ഒരാൾ കൂടിയാണ്, കോൺഗ്രസ് രാഷ്ട്രീയം പുറത്തോട്ട് പറയുന്ന ആളാണ്. ഇങ്ങനൊരു വിഷയത്തിൽ ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഈ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ നാണക്കേട് ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ? വിമർശനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ടായപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ എത്രയധികം ആളുകൾ ഒരു വിമർശനത്തിനോട് തന്നെ അതികഠിനമായി പ്രതികരിച്ചു, എത്ര കാര്യം അവരുടെ നിലപാട് പറഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. പലയിടത്തും രക്ഷിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ തന്നെ എത്രയോ ആളുകൾ ഒടുന്നനെ തന്നെ കേട്ട പാടി തന്നെ അതിനോട് കൃത്യമായിട്ട് റിയാക്ട് ചെയ്യുകയും അതിനുവേണ്ട തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക്. കേസ് പ്രൂവ് ചെയ്യുന്നത് വരെ അതിൻ്റെ കാര്യങ്ങളില്ലെന്നും അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടോ. നമ്മളിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഇതൊരു ആദ്യത്തെ ഇഷ്യൂ അല്ലേ. ഇതിനു മുമ്പ് തൊട്ട് പല കാലങ്ങളിൽ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടായതുകൊണ്ട് എല്ലാവരും പണ്ട് തൊട്ട് റെഫറൻസ് എടുക്കും. അന്നങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം ഉണ്ടാകുന്ന രീതിയിൽ ഇതിങ്ങനെ കാലാകാലങ്ങളായിട്ട് വരുന്നൊരു ശീലത്തിൻ്റെ ബാക്കിയായിട്ടല്ലേ നിൽക്കുകയുള്ളൂ. അപ്പം അയാൾ ചെയ്തില്ലല്ലോ, ഇയാൾ ചെയ്തില്ലല്ലോ, മറ്റയാൾ ചെയ്തില്ലല്ലോ എന്നുള്ള ചോദ്യം വെക്കുന്നിടത്തോളം നമുക്കിതിന് പ്രസക്തിയില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. ഇതിപ്പോൾ ഒരു ആരോപണം പ്രത്യാരോപണം എന്നുള്ളതിനപ്പുറം ഒരു തീരുമാനമാകുന്നത് വരെ നമുക്കതിനകത്ത് ഒരു നിലപാടെടുക്കാൻ വേട്ടയാടൽ പാടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പൊളിറ്റിക്സ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേട്ടയാടപ്പെടും. അത് ഏറ്റവും കൂടുതൽ ഇത് തെരഞ്ഞെടുപ്പ് എടുത്ത് നിൽക്കണം, വളരെ ചുരുങ്ങിയ ഒരു പാർട്ടിക്ക് ഡാമേജ് അല്ലേ, ഒരു തീരുമാനം എടുക്കേണ്ടതല്ലേ? അല്ല, ആരോപണങ്ങൾ ഉണ്ടായാലും പാർട്ടിക്ക് എന്നല്ല വ്യക്തിക്ക് എന്നല്ല എന്തിലും നമുക്കുണ്ടാകാം, എല്ലാത്തരം ഡാമേജും ഉണ്ടാവുമല്ലോ. പാർട്ടിക്ക് എന്നല്ല വ്യക്തിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഡാമേജ് ഉണ്ടാകും ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷേ ആരോപണങ്ങളാണല്ലോ, അത് വളരെ പ്രൂവിയായിട്ട് വളരെ അത് പറയും. അതെല്ലാവരും സുഹൃത്തുക്കളാണ്, അവരെല്ലാവരും ഒന്നിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ തന്നെ പറയുള്ളൂ.